പൊളിക്കാനും പൊളിച്ചിരിക്കാനും ഗെയിം തെറാപ്പിസിന്റെ മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാം നമ്മൾ പിന്നെയും വന്നിരിക്കുകയാണ് നമ്മുടെ മൈൻക്രാഫ്റ്റിന്റെ ടിക്ടോക്ക് ഹാക്സ്. അപ്പൊ കുറച്ച് ദിവസമായി നമ്മുടെ ടിക്ടോക്ക് ഹാക്സ് ഇട്ടിട്ട് സോ എന്തായാലും വീഡിയോ വന്നൊരു ലൈക്ക് അടിച്ചേക്കുക, ഷെയർ ചെയ്തേക്കുക, സബ് ചെയ്തേക്കുക. നമ്മുടെ വീഡിയോ കാണുന്ന ഒരു 60% ആളുകൾ ഇപ്പോഴും നമ്മുടെ ചാനൽ സബ് ചെയ്തില്ല എന്നാണ് യൂട്യൂബ് എന്ന് പറയണത്. എന്തായാലും നിങ്ങൾ സബ് ചെയ്തേക്കുക. Here you can send mine without a beacon in Minecraft. So ഇതാണ് ഈ ആദ്യത്തെ വീഡിയോ. Oh no, this only needs an iron pickaxe, stone hoe and some bone meal. Okay. ഒരു സിംഗിൾ മോസ് ബ്ലോക്ക്, അതൊരു ബ്ലോക്കാണ് മൈൻക്രാഫ്റ്റിൽ, നിങ്ങൾക്ക് അറിയാലോ. ആ ബ്ലോക്ക് വെച്ചിട്ട് ഒരു ഇൻസ്റ്റന്റ് മൈനർ ആണ് ഇയാൾ ചെയ്യാൻ പോണേ. ഓക്കെ, അത് ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, മോസ് ബ്ലോക്ക് വെച്ചു, ബോൺ മീൽ ഇട്ടു. വാട്ട്? ഓ ഓക്കെ, മോസ് ബ്ലോക്ക് ബോൺ മീൽ ഇടുന്ന നേരത്തെ അവിടുത്തെ കല്ല് മുഴുവൻ മോസ് ബ്ലോക്ക് ആയി. ഇനി എന്താ ചെയ്യാൻ പോണെന്ന് നോക്കാം. സ്റ്റോൺ ഹോയ് വെച്ചിട്ട് എനിക്കത് വിശ്വസിക്കാൻ പോലും പറ്റില്ല. കാരണം നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ മൈനിങ് ഒക്കെ ഭയങ്കര ഈസി ആയിരിക്കും ഗൈസ്. അതായത് ഇപ്പൊ നമുക്ക് ഒരു ഏരിയ മൊത്തം നമുക്ക് മൈൻ ചെയ്യണം. ഞാൻ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഇതിന് വർത്താനം പറയണം. ഞാൻ 2 സൈഡ് അടച്ചിട്ടുണ്ട്. വേറെ നല്ല ഈ ശല്യങ്ങൾ വന്നിട്ട് ആകെ സീനാക്കുക. അതാണ്. സോ നമ്മൾ 17.1 നമുക്ക് മോസ് ബ്ലോക്ക് വേണം. ആ വീഡിയോയിൽ കണ്ട പോലെ നമുക്ക് വില്ലേജ് ട്രേഡിംഗ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വേണം ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ബോൺ മീൽ വേണം. ജസ്റ്റ് ഒരു ഹൊയ്യാണ് ഗൈസ്. ഞാൻ എന്തായാലും ഈ ഹൊയ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ഗൈസ് ആദ്യം ഇവിടെ ഇവിടെ ഇങ്ങനെ കുഴിക്കാം. ഓക്കെ, ഇനി നമ്മൾ ബോൺ മീൽ ഇട്ട ഇത് മൊത്തം ബോൺ മീൽ. എടേ, ഇത് വർക്കാവുന്നെങ്കിൽ ഞാൻ വിചാരിച്ചല്ല. നമ്മള് ഇപ്പൊ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടത്തെ കല്ലുള്ള സ്ഥലമില്ലേ, ഈ കല്ലുള്ള സ്ഥലമൊക്കെ ഇതാക്കി മാറ്റിയൊക്കെ. ഇനിയാണ് ഗൈസ് കളി. നിങ്ങൾ വിചാരിക്കും ഇത് ക്രിയേറ്റീവിലാ പറ്റുള്ളൂ. ഇത് ക്രിയേറ്റീവില് മാത്രമൊന്നല്ല, ഇതാ നമ്മളിപ്പോ സർവൈവലാണ്. ഓക്കെ, കണ്ടാ ഗൈസ്. അതായത് ഇവിടുത്തെ കല്ല് മൊത്തം പോയി. നമുക്ക് ഈ മൈനിങ് നടക്കൂടാ. കണ്ട, നമുക്ക് നോർമലി ഇത്രയും പെട്ടെന്ന് നമുക്ക് ഈ ഒരു കല്ല് പൊളിച്ചെടുക്കാൻ കുറച്ച് പണിയല്ലേ. ഇത് കണ്ട, മനസ്സിലായില്ലേ? അതായത് ഈ സ്റ്റോൺ മാത്രമാണ് മോസ് ബ്ലോക്ക് ആയി മാറുകയെന്നാണ് എനിക്ക് തോന്നണേ. എന്നാലാണ് നമുക്ക് ഇത് മൈൻ ചെയ്യാം. ഇതാണ് കേസ്. അടുത്തത് 5 ബ്ലോക്കിൽ ഡീപ്പ് ഒരു കുഴി ഇടുക എന്നാണ്. 5x5 കൊല്ലത്തിരി TNT വെച്ചുള്ള പരിപാടി നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. TNT വെച്ച് എന്തെങ്കിലും ഉടായ്പൊക്കെ ആയിരിക്കുമല്ലോ. ഓക്കെ, സാൻഡ് വെച്ചു, TNT അതിന്റെ മുകളിൽ വെച്ചു. ഇതിന്റെ മുകളിൽ മറ്റേ എന്ത് പെടുന്നാണ് ചെയ്യണേ. ഓക്കെ, ഈ സംഭവം ഫിറ്റ് ചെയ്തിട്ടുണ്ടായി. ഓ, ഫ്രണ്ടിനെ ട്രോൾ ചെയ്യാനുള്ളത്. ഓക്കെ, ഫ്രണ്ട് കത്തം ഗൈസ്. പക്ഷെ ഈ ഒരു സെയിം സംഭവം നമ്മൾ ഗ്രാവല് വെച്ച് ചെയ്തിട്ടുണ്ട്. സോ ഗൈസ്, അത് ചെയ്താണ് സാൻഡിലാണ്. ഓക്കെ, നമ്മള് മുമ്പ് ഗ്രാവലില് ചെയ്ത ഐഡിയ ഉണ്ട്. പക്ഷെ ഇത് അങ്ങനെയല്ല. സാൻഡില് വേറെ രീതിയിൽ ഇതാണ്. 1 2 3 4. ഓക്കെ, 5x5 ആണ് നമ്മൾ എടുത്തേക്കണത്. ഇത് എന്തായാലും നല്ല രീതിയിൽ പൊട്ടും. കാരണം നമ്മൾ വിചാരിക്കണ പോലെയല്ല. ഇത് സത്യം പറഞ്ഞ വേറെ രീതിയാണ്. 1 2 ഇത് ഫുൾ TNT ഫില്ല് ചെയ്യണം. ഇത് സത്യം പറഞ്ഞ ആ ഒരു രീതിയല്ല. ഈ രീതിയിലല്ല നമ്മൾ അന്ന് ചെയ്തേ. ഇത് ഫുള്ളി ഇയാള് സാൻഡ് വെച്ചിട്ട് എന്താണ് സാൻഡ് വെച്ചിട്ട് ചെയ്യണേ. എനിക്ക് ആ ഒരു ഐഡിയ മനസ്സിലാവില്ല. സാൻഡ് വെച്ചിട്ട് ചെയ്യാൻ കാരണം എന്താന്ന് പോയി. ഇവിടെ TNT ഇട്ടു, ഇവിടെ ഇത് വെച്ചു. ആക്ച്വലി നമുക്ക് വേറൊരു രീതി ചെയ്യാം. നമുക്ക് ഒബ്സർവർ വെച്ചിട്ട് ഒരു പരിപാടി ഉണ്ട് ഗൈസ്. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് ഷോ മൊത്തം കണക്ട് ചെയ്യണം. പക്ഷെ അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇത് റെഡ് ഷോ മൊത്തം കണക്ട് ചെയ്യണം. സംഭവം ഇപ്പൊ എല്ലാ ദിക്കും ഇതിനെ കണക്ട് ചെയ്തു. സോ ഗൈസ്, ഇത്രയും ഇങ്ങനെ ചെയ്തു. ഓക്കെ, ഇതെന്തായാലും വർക്കാവും. ഓക്കെ, ഇത് വർക്കാവും ഗൈസ്. ഇതെന്ന് പറഞ്ഞാൽ ഈ ഒബ്സർവർ തുറന്നു കഴിഞ്ഞാൽ ഒബ്സർവറിന്ന് മറ്റേ സംഭവം വന്നിട്ട് ഇത് മൊത്തം. പക്ഷെ ഈ മണല് നമുക്ക് ഇവിടെ വെച്ച് മൂടണം. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൈൻ ബോർഡ് ഇവിടെ വെക്കണം. അതിലങ്ങനെയാ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാൻഡിന്റെ മുകളില് സൈൻ ബോർഡ് ഇരിക്കില്ലല്ലോ. ഓക്കെ, അപ്പൊ ഇത്രയും ഇത് വെച്ചു. നമുക്ക് ഇവിടെയും കൂടി സൈൻ ബോർഡ് വെച്ചില്ലെങ്കിൽ സീനാവാൻ ചാൻസ് ഇല്ല. ഓക്കെ ഓക്കെ, ഓനോ ഞാൻ എന്നെ തന്നെയും കൂടി. ഇനിന്ന് പറഞ്ഞാൽ നമ്മളവിടെ തുറക്കുമ്പോ പൊട്ടിത്തെറിക്കണം എന്നുള്ളതാണ്. ഞാൻ രാവിലെ ആക്കിയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാല് പൊട്ടിത്തെറിക്കില്ലേ നമുക്ക് ഓരോ ഇടയില്. ഞാൻ ഉണ്ടാക്കിയ സാധനം ഇത് വർക്കിംഗ് ആവേണ്ടതാണ്. ഇത് വർക്കായില്ലേ?
15 minutes later. നോ ഗൈസ്, ഇത് വർക്കാവില്ല. ഓക്കെ, ഗ്രാവലി നമുക്ക് ഇവിടെ നിർത്താൻ പറ്റുമായിരുന്നു. ഇത് ഈ ഒരു വടിയുള്ളതുകൊണ്ടാണോ എന്താ സംഭവം എന്നറിയില്ല. ഇത് ആക്ച്വലി വർക്കിംഗ് അല്ല. ഇതാണ് കേസ് അടുത്ത വീഡിയോ. ഓക്കെ, ആള് കുറച്ച് ബാമ്പു ഒക്കെ പൊട്ടിക്കുന്നുണ്ട്. എന്തിനാന്നൊരു ഐഡിയ ഇല്ല. ബാമ്പു കുറെ പൊട്ടിക്കുന്നുണ്ട്. യെസ്, നമുക്ക് പിന്നെ ബാമ്പു കിട്ടാൻ നല്ല ജംഗിളിൽ പോയി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് കിട്ടും. എന്തായാലും കേസ് കഴിഞ്ഞതിന്റെ എന്താ വർക്കാവാതെ നല്ല ഐഡിയ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യാം. ഓക്കെ, പിന്നെ തെറ്റാണെങ്കിൽ. ഓക്കെ, ബാമ്പു വെച്ചു. ബാമ്പു നോ മാൻ, ബാമ്പു ഇങ്ങനെ പിടിച്ചുണ്ടാക്കാൻ പറ്റും ശരിക്കും? അത് വർക്കാവാൻ അറിയില്ല. നോ. സോ ഗൈസ്, നമുക്ക് എന്തായാലും മുളയുടെ ആ ഒരു ബ്രിഡ്ജ് അത് ശരിക്കും ഉണ്ടാക്കാൻ പറ്റും. ഞാൻ അത്രയും നാൾ മൈൻക്രാഫ്റ്റ് കളിച്ചിട്ട് എനിക്കറിവില്, എന്റെ അറിവില് ഞാൻ ഇതുവരെ അത് കണ്ടിട്ടില്ല ഗൈസ്. ഓക്കെ, അത് ഉണ്ടാക്കണമെങ്കിൽ എന്തായാലും നമുക്ക് ജംഗിളിൽ പോകണം. അപ്പൊ നമ്മൾ ജംഗിളിലോട്ടുള്ള യാത്രയിലാണ് ഗൈസ്. 2000 years later. ഓ ഗൈസ്, 2000 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ജംഗിൾ കണ്ടുപിടിച്ചു. ഓക്കെ, നമുക്ക് അതല്ല ജംഗിളല്ല ഗൈസ് ആവശ്യം. ഓക്കെ, നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുളയാണ്. ഇതേ മുള നമ്മൾ എന്തായാലും സർവൈവലിലേക്ക് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ മുള അങ്ങ് വെട്ടിയെടുത്തേക്കാം. ഓക്കെ, ഒരു 5 മുള കിട്ടിയിട്ടുണ്ട്. 5 മുളയൊന്നും പോരാ പൈതൃ. ഓക്കെ, ഉണ്ടാവുക ജംഗിളിലല്ലാതെ പിന്നെ അവർക്ക് മുള ഉണ്ടാവും. ഫുള്ളെടുത്തോ. ഓക്കെ, 14 മുളയായിട്ടുണ്ട്. ഒരു 17 പൈതൃ. ഓക്കെ, 24 മുളയായി ഗൈസ്. ഓക്കെ, എന്തായാലും നമുക്ക് ഇത് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയണല്ലോ ഗൈസ്. ഉമ്മാ തള്ളാന്ന് വിചാരിച്ചാ അതിന് ക്രാഫ്റ്റിംഗ് ടേബിൾ വേണം. സോ എന്തായാലും നമ്മൾ ഗൈസ് ക്രിയേറ്റീവ് ആക്കിയതിന്റെ കാര്യം നമ്മൾ മോഡാണ് ചെയ്യണം. അല്ലാതെ ഐ മീൻ നമ്മൾ ടിക്ടോക്ക് ആക്കാൻ ടൈമൊന്നും കളയാൻ പറ്റിയ നമുക്ക്. ഗൈസ്, ആള് കാണിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇത് വെച്ചു, ഇനി സ്ട്രിങ് എടുത്തിട്ട് ഒരെണ്ണം വെച്ചു. ഓ ഗൈസ്, ബാമ്പു ബ്രിഡ്ജ് റെഡി ആയിക്കണു. വാട്ട് ഗൈസ്, ഞാൻ ഇതിനു മുമ്പ് ഇത് കണ്ടിട്ടില്ല. ഓക്കെ ഗൈസ്, നമ്മൾ 10 ബാമ്പു ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടുണ്ട്. 10 അല്ല 64, 24 ക്രിയേറ്റ് ചെയ്യുന്ന എടുത്തിട്ടുണ്ട് ഗൈസ്. ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു മോഡാണ്. ഓക്കെ, അതായത് ഇൻ റിയൽ മൈൻക്രാഫ്റ്റില് നമുക്ക് അങ്ങനെ ഒരു ബാമ്പു ബ്രിഡ്ജ് അല്ലെങ്കിൽ ബ്രിഡ്ജ് ഒന്നും സത്യം പറഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ ഇവരൊരു മോഡ് വെച്ചിട്ടാണ് ചെയ്യാണ്. ഇത് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ കമന്റിൽ ഏതാ മോഡ് എന്നൊക്കെ ഇടാം. ഓക്കെ, ഇത് കാണാൻ ഭയങ്കര രസമാണ്. ഈ ഒരു ബ്രിഡ്ജ് നമുക്ക് ഈ ഒരു 2 ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉണ്ടാക്കാൻ കഴിച്ചാൽ എങ്ങനെ ഉണ്ട് നോക്കിയാൽ മതി. ഇതിനു മുമ്പ് നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടോന്ന് എനിക്ക് അറിയില്ല. പോയി ഈ ഒരു മോഡനെ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. സംഭവം ഒരു രക്ഷയില്ല. അപ്പൊ നമ്മുടെ ബാമ്പു ബ്രിഡ്ജ് റെഡി ആയിരിക്കുകയാണെങ്കിൽ ഇതൊക്കെ ബാമ്പു ബ്രിഡ്ജ് എന്റെ പൊന്നെ ഒരു രക്ഷയില്ല. നമുക്ക് ഈ 2 മലകൾ തമ്മില് നമ്മൾ ബാമ്പു ബ്രിഡ്ജ് വെച്ച് കണക്ട് ചെയ്തിരിക്കുകയാണ്. കേട്ടാ എന്റെ പോലെ. സോ ഗൈസ്, നമ്മൾ ഇതാണ് ബാമ്പു ബ്രിഡ്ജ്. കണ്ടില്ലേ, നമ്മൾ ഈ മലോട്ട് ആ മല വരെ കണക്ട് ചെയ്തിട്ട് നല്ല രസമുണ്ട്. ആക്ച്വലി മൈൻക്രാഫ്റ്റിൽ ഇത് വന്നിരുന്നെങ്കിൽ ഭയങ്കര രസമായിരിക്കും ഇങ്ങനെ ഒരു സംഭവം. ഓക്കെ, റിയലി കൊള്ളാം അല്ലേ? ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഷെയർ ചെയ്യാൻ സഭ്യ. അടുത്ത ദിവസം വരെ എല്ലാവർക്കും ബൈ.